Good evening students. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സൈക്ലോയിഡ് മോഷനെ കുറിച്ചാണ്. ലോറൻസ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് ലോറൻസ് ഫോഴ്സ് എന്നും ലോറൻസ് ഫോഴ്സിൻ്റെ ഇമ്പോർട്ടൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സൈക്ലോട്രോൺ മോഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ the trajectory of the particle will be a circle. That is the principle of the cyclotron motion. Then we are going to discuss some a new different path of the particle that is called a cycloid motion. Cycloid motion. Cycloid motion എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ നോർമലി നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഇമാജിൻ ചെയ്യുക. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്, ദിസ് ഈസ് സെഡ് ആക്സിസ്. ആൻഡ് സപ്പോസ് യു അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ അലോങ് എക്സ് ആക്സിസ്. വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ ക്യാപ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. And suppose an electric field is applied along z-axis, vector E is equal to E k cap. And suppose you put a charged particle having charge Q is placed in this point at origin, then it will generate a trajectory like this. Trajectory like this in YZ plane. This trajectory is called cycloid. Cycloid motion. And cycloid motion in YZ plane. YZ പ്ലെയിനിൽ ഒരു സൈക്ലോയിഡ് മോഷൻ ഉണ്ടാവും. ഇതെങ്ങനെ നമുക്ക് ക്വാളിറ്റേറ്റീവിലും ക്വാണ്ടിറ്റേറ്റീവിലും എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ഇങ്ങനൊരു പാത്ത് ജനറേറ്റ് ചെയ്യപ്പെട്ടു, ഇതിൻ്റെ മാത്തമാറ്റിക്കലും ഫിസിക്കലുമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് ദ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എങ്ങനെ അത് അനലൈസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർജ് പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്. സോ ഇനീഷ്യലി അറ്റ് ഒറിജിൻ, ദാറ്റ് ഈസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, ഇനീഷ്യലി ഒറിജിനിൽ വയ്ക്കുമ്പോൾ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്. റെസ്റ്റിലായിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? റെസ്റ്റിലായിരിക്കുമ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഫോഴ്സാണ് നമുക്ക് ജനറലി പറയാൻ പറ്റുക. ടോട്ടൽ ഫോഴ്സ് ഈസ് ദ ലോറൻസ് ഫോഴ്സ്, വിച്ച് ഈസ് ദ സം ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. Fe plus Fm, vector Fe is Q into vector E plus Q into vector V cross B. Initially, the particle is at rest. So Fm is equal to Q into vector V cross B. Here V is 0. So the magnetic force will be 0. So there will be only electric force. ആണല്ലോ, ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് മാത്രമാവുമ്പോൾ പാർട്ടിക്കിൾ വിൽ ആക്സലറേറ്റ് അലോങ് സെഡ് ആക്സിസ്. പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിൽ സെഡ് ആക്സിസിൽ ആക്സലറേറ്റ് ചെയ്യപ്പെടും. ആക്സലറേറ്റ് ചെയ്യുന്നതോടും എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ പിക്ക് അപ്പ് സ്പീഡ്. സോ ഇനീഷ്യലി ദ പാർട്ടിക്കിൾ വിൽ ആക്സലറേറ്റ്. ഇനീഷ്യലി ഡ്യൂ ടു Fe, particle will accelerate. Particle will accelerate along z-axis. So it picks up speed. അപ്പോൾ എന്തായി? വെലോസിറ്റി എന്ന് പറയുന്നത് then v not equal to 0. Then there will be a magnetic force Fm which is not equal to 0.
So there will be always a magnetic and electric force. അപ്പോൾ magnetic force എങ്ങനെ വരും? അപ്പോൾ നമുക്ക് നോക്കാം. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് z ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഇനീഷ്യലി പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന z ആക്സിസിലാണ്. So v is along in this direction and magnetic force will be in this direction. Electrostatic force F is initially in this direction. Magnetic force ഇങ്ങനെ ഉണ്ടാവുമ്പോൾ v cross b, ഇവിടെ ചാർജ് പാർട്ടിക്കിളിന് q v cross b ചെയ്യുമ്പോൾ the force will be in this direction F. So the resultant എന്തായിരിക്കും? ഇങ്ങനെ ഒരു ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇങ്ങനെ ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ടാകുമ്പോൾ it will deviate its path from the vertical z axis. The particle will deviate slightly. അപ്പോൾ എന്തായി? വിയുടെ ഡയറക്ഷൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് മാറി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇനീഷ്യലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് 0 ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. പാർട്ടിക്കിൾ ഇനീഷ്യലി z ആക്സിസിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. Then it picks up speed. Then it will generate a magnetostatic force along y-axis. So particle will slightly deflect towards y-axis. ഇതിന്റെ ഫലമായിട്ട് എന്തായി? മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷൻ കുറച്ചും കൂടിയും കൂടും. പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങും. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങും തോറും എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ട്രൈ ടു ഡിഫ്ലക്ട് ദ പാർട്ടിക്കിൾ അലോങ് y ഡയറക്ഷൻ. കുറച്ച് സമയം കഴിയുമ്പോൾ ദ പാർട്ടിക്കിൾ വിൽ ബി പാരലൽ ടു y ആക്സിസിന് പാരലൽ. അപ്പോൾ v ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചു. ഇനീഷ്യലി v ഇങ്ങനെയായിരുന്നു, പിന്നെ v ഡിഫ്ലക്ട് ചെയ്ത് v പാരലായിരുന്നു. മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ എത്തിയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? y ആക്സിസിന് പാരലായി. Then again you find out v cross b. Then the magnetostatic force will be along the negative z axis. It will be like this, and electrostatic force will be in this direction, upward. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? പാർട്ടിക്കിളിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു തുടങ്ങും. പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കുറഞ്ഞ് അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾ വീണ്ടും y ഡയറക്ഷനിൽ നിന്ന് ഡിഫ്ലക്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി again becomes 0. So particle will decelerate. And its velocity becomes 0 again. ഈ പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനീഷ്യലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രം, പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് പിക്കപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് പാർട്ടിക്കിൾ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. അത് കഴിഞ്ഞ് finally it will reach this point with velocity 0. Again the process repeats. വീണ്ടും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ വീണ്ടും പാർട്ടിക്കിൾ സ്പീഡ് പിക്കപ്പ് ചെയ്യും. മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് 0 ആയിരുന്നു. പിക്കപ്പ് ചെയ്തതിന് ശേഷം മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് y ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഇഫക്റ്റീവ്ലി അവസാനം വീണ്ടും ഈ പോയിന്റിലെത്തും. ഇങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഈ രീതിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇനീഷ്യലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രം, പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്ത് y ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അവസാനം അത് ഫൈനലി ഈ പോയിന്റിൽ റീച്ച് ചെയ്ത് വെലോസിറ്റി 0 ആയിട്ട് മാറും. വീണ്ടും ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ക്വാളിറ്റേറ്റീവായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സൈക്ലോയിഡ് മോഷൻ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമുക്കിനി ഒന്ന് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അനാലിസിസ് നടത്താം. മാത്തമാറ്റിക്കലി ഇതൊന്ന് പ്രൂവ് ചെയ്യാം. അതായത് പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് എ സൈക്ലോയിഡ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാം. വീണ്ടും ഈ സെക്ഷനിൽ ഞാനൊരു ഫിഗർ ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട്. Electric field is in this direction, magnetic field is in this direction. Particle will execute
a cycloid motion in this direction. This is z-axis, this is x-axis, this is y-axis. Vector. So here electric field applied is along x-axis. So vector E is equal to E into k cap. Equation number 1 in the substitute here. Vector B is equal to B into I cap. Equation number 2. Magnetic field direction. Then what is Lorentz force? Lorentz force vector F is equal to Fe plus Fm, electrostatic plus magnetostatic force. So that will be equal to Q into vector E plus vector V cross B. That is equation number 3. Then vector V generally velocity of the particle initially 0 ആണെന്ന് പറഞ്ഞു, പക്ഷേ അതിന് സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇൻ ജനറലി നമുക്ക് അതിന് 3 കമ്പോണൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. വെക്ടർ V is equal to Vx I cap plus Vy j cap plus Vz k cap. This is equation number 4. So what is vector F? Vector F is equal to Q E I cap, sorry E k cap plus Q Vx I cap plus Vy j cap plus Vz k cap cross D I cap. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എന്തായി? Q E k cap പ്ലസ് I ക്രോസ് I 0 വരും. അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാവില്ല. Vy j ക്രോസ് ബി ഐ എന്ന് വരുമ്പോൾ j ക്രോസ് I എന്ന് പറയുന്നത് മൈനസ് കെ വരും. സോ മൈനസ് Vy b പ്ലസ് Q ഇൻറ്റു minus Vyb into k cap plus Vyj Vzk cross Bi. K cross I is j, so Vzb vector j. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു QE minus Vyb into k cap minus plus QVz QE minus QVyb QVz b into j cap. This is F, which is equation number 5. Clear? പക്ഷേ നമുക്കറിയാം ന്യൂട്ടൺസ് ലോ പ്രകാരം ഫോഴ്സ് F is equal to ma ആണ്. സോ m into dv by dt എന്ന് എഴുതാം. സോ m into dvx by dt into I cap plus dvy by dt j cap plus dvz by dt k cap. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ദിസ് ഈസ് വെക്ടർ F. ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ നമ്പർ 5ഉം 6ഉം ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് 5 and 6. Equating equation number 5 and 6 എന്തെഴുതാം? m dvx by dt plus into I cap plus dvy by dt j cap plus dvz by dt into k cap is equal to
QE minus QVYB into K cap plus QVZB into J cap. So, equate here. Coefficients equate here. Equation number 7 note. Equating the coefficients on both sides. Coefficients of IJK. Coefficients on both sides. And the side lum equate ചെയ്താൽ എന്ത് വരും? I capന് coefficient ഇവിടെ ഇല്ല. So you can simply write it as m dvx by dt is equal to 0. So dvx by dt is equal to 0. So integrate ചെയ്യുമ്പോൾ vx is equal to a constant. So this is equation number 8. Substitute. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ vx എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. So equate the coefficient for vy. Equate the coefficient for j cap. J cap ന്റെ coefficient equate ചെയ്യുമ്പോൾ എന്ത് വരും? m dvy by dt is equal to qvzb. Equation number 9. Also, m dvz by dt is equal to qe minus qvyb. Equation number 9a. So, നമുക്കൊരു കാര്യം ചെയ്യാം. From 9a, dvz by dt is equal to q into e minus vyb by m. So, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ QVYB by എമ്മിനെ ലെഫ്റ്റിലേക്ക് എടുക്കാം, ഇതിനെ റൈറ്റിലേക്ക് കൊടുക്കാം. സോ QE by m മൈനസ് dvz by dt. സോ എന്ത് വരും? ഒരു കാര്യം ചെയ്യാം, vy ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. So vy will be equal to m by qb into qe by m minus m by qb into dvz by dt. So that will be equal to e m വെട്ടിപ്പോയി, e q വെട്ടിപ്പോയി, e by b minus m by qb dvz by dt. This is vy. Equation number 10 എന്നോട്. ഇനി ഒരു കാര്യം ചെയ്യാം, vy കിട്ടി, ഇക്വേഷൻ നമ്പർ 10. ഈ ഇക്വേഷൻ നമ്പർ 10 ഇക്വേഷൻ നമ്പർ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഡി വി വൈ അതിനൊരു വി സെറ്റിൻ്റെ ഒരു ഇക്വേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എം ഡി ബൈ ഡി ടി ഓഫ് വി വൈക്ക് പകരം ഇ ബൈ ബി minus m by qb into dvz by dt is equal to qvzb. So you will get a differential equation for vz. അതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇയും ബിയും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡും കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. ഇതിൽ എം ബൈ ക്യൂ ബി പുറത്തേക്ക് എടുക്കാം. സോ യു ക്യാൻ റൈറ്റ് മൈനസ് എം ബൈ ക്യൂ ബി എം സ്ക്വയർ ബൈ ക്യൂ ബി വരും.
minus m square dvz by dt is equal to qvzb. So നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡി വി സെഡ് അല്ല ഡി സ്ക്വയർ വി സെഡ് ബൈ ഡി ടി സ്ക്വയർ, സോറി ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ, രണ്ടു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ വി സെഡ്. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇതിന് നെഗറ്റീവ് സൈൻ എടുത്തിട്ട് എം സ്ക്വയർ ബൈ ക്യൂ ബി ഡി സ്ക്വയർ വി സെഡ് ബൈ ഡി ടി സ്ക്വയർ. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. ആ നെഗറ്റീവ് മാറ്റുമ്പോൾ പ്ലസ് ക്യൂ ബി, ദിസ് ഈസ് നോട്ട് ക്യാപിറ്റൽ ക്യൂ, സ്മോൾ ക്യൂ, ക്യൂ ബി വി സെഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്ന് എം കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എം ബൈ ക്യൂ ബി ഡി സ്ക്വയർ വി സെഡ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം വി സെഡ് ഇസ് ഈക്വൽ ടു 0. പ്ലസ് ആണ്. സോ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ ക്യൂ ബി ബൈ എം. സോ ദാറ്റ് വിൽ ബി ഡി സ്ക്വയർ വി സെഡ് ബൈ ഡി ടി സ്ക്വയർ multiply throughout by qb by m plus qb by m the whole square into vz is equal to 0. You put qb by m is equal to omega. So the equation will be d square vz by dt square plus omega square vz is equal to 0. This is equation number 11. So we got a second order ordinary differential equation for vz. ഇങ്ങനൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ നിങ്ങൾ ഹാർമോണിക് ഓസിലേറ്ററിലൊക്കെ സാധാരണ കിട്ടാറുള്ള ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാൽ you can solve this differential equation and the solution of this equation will be solution of equation 11 will be Vz is equal to a sin omega t plus phi, just like a harmonic oscillator solution. Now, so there are two unknowns. A and phi. We have to calculate A and phi. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുക. At t is equal to, this is equation number 12. At t is equal to 0, you know Vz is equal to 0. Initially, velocity ഇല്ല, so particles റെസ്റ്റിലാണ്. So Vz is equal to 0. So 0 is equal to a sin omega into 0 plus phi. So sin phi is equal to 0. So a sin phi is equal to 0. A is not equal to 0. So phi is equal to 0. So generally Vz, you can write Vz is equal to a sin omega t. Equation number 13. So equation number 10 already നമ്മൾ എഴുതിയിട്ടുണ്ട്. ബോർഡിലില്ല, നമ്മൾ വായിച്ചിരുന്നു. പക്ഷെ എന്നാലും നിങ്ങൾക്കത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. So from 10 we can write Vy is equal to E by B minus M by QB, M by small qb dvz by dt. Okay. So vz നമുക്ക് കിട്ടിയിട്ടുണ്ട്. So E by B minus M by qb into d by dt of vz ന് പകരം a sin omega t എന്ന് കൊടുക്കും. എന്ത് വരും? E by B minus M by qb
എ കോൺസ്റ്റൻ്റ് ആണ്. എ സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. സോ ഇ ബൈ ബി മൈനസ് എം ബൈ ക്യൂ ബി a into omega is qb by m, so qb by m cos omega t. So m by qb qb by m വെട്ടിപ്പോയി. So e by b minus a cos omega t. Equation number 14. This is by. Then again you have to find out a. So at t is equal to 0, again Vy is 0, we know. So Vy will be, Vy is equal to 0 is equal to e by b minus a cos 0. Cos 0 is 1. So 0 is equal to e by b minus a into 1. So a is equal to e by b. So a എന്ന് പറയുന്നത് e by b കിട്ടി. ഇക്വേഷൻ നമ്പർ 15. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 13, 14 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. വി സെഡ് ഇസ് ഈക്വൽ ടു ഇ ബൈ ബി സൈൻ ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ 16. ആൻഡ് വി വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ബി മൈനസ് ഇ ബൈ ബി cos omega t. Equation number 17. Vz എന്നുള്ളതിന് പകരം നമുക്ക് dz by dt എന്ന് എഴുതാം. Vy എന്നുള്ളതിന് പകരം dy by dt എന്ന് എഴുതാം. എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളുടെ ഇനി ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് വൈയും സെഡും കണ്ടുപിടിക്കാൻ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ഇൻ്റഗ്രേറ്റിംഗ് equation number, first equation number 17 എടുക്കാം. Integrating equation number 17, dy, integral dy is equal to integral e by b minus e by b cos omega t into dt. So that can be equal to e by b integral dt minus e by b integral cos omega t dt. E by b into t plus, minus e by b integral cos omega t sin omega t by omega. So sin omega t by omega plus some constant c1 എന്ന് കൊടുക്കാം. ഇപ്പോൾ ഈ c1 കണ്ടുപിടിക്കണം. ദിസ് ഈസ് ഇൻ്റഗ്രൽ dy ഈസ് y. നമുക്കറിയാം അറ്റ് t ഈസ് ഇക്വൽ ടു 0 ഇനീഷ്യലി പാർട്ടിക്കിൾ ഒറിജിനിലാണ്. അപ്പോൾ y ഈസ് ഇക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇത് നമ്മളിവിടെ 0 കൊടുത്തു. e by b മൈനസ് e by b ഇൻറ്റു സൈൻ 0 ബൈ ഒമേഗ പ്ലസ് c1. സോ എന്ത് വരും? c1 എന്ത് വരും? 0 is equal to e by b plus c1. e by b into t ആണ്. ഇവിടെ തെറ്റിയുണ്ട്. e by b into t ആണ്. അപ്പോൾ ഇവിടെ 0 plus 0 plus c1 വരും. സോ c1 is equal to 0. This is e by b into t, integral dt, t വരും. Clear? So e by b into t, it is c1 is equal to 0. So y will be equal to e by b into t minus e by omega t, e by omega b into sin omega t. So you can write നമുക്ക് e by omega b പുറത്തേക്ക് എടുക്കാം. So omega t minus
sin omega t. This is y. Similarly, you can integrate dz by dt. നമുക്കറിയാം dz by dt എന്ന് പറയുന്നത് e by b sin omega t ആണ്. So integral dz is equal to e by b integral sin omega t dt. So integral dz is z is equal to e by b into minus cos omega t by omega. So minus e by omega b plus some constant c2 sin omega t, cos omega t plus c2. We know at t is equal to 0, z is equal to 0. So 0 is equal to minus e by omega b into cos 0 plus c2. So minus e by omega b plus c2 is equal to 0. c2 is equal to e by omega b. So z will be equal to e by omega b into 1 minus cos omega t. This is equation number 18. This is equation number 19. For x ഉം y ഉം z ഉം കിട്ടി. You put e by omega b is equal to r. Then just square and add equation 18 and 19. Then you will get an equation y minus r omega t whole square plus z minus r the whole square is equal to r square, which is the equation for a cycloid. This can be, you can do this process x square plus z square plus y square integrate either cos square cos square theta plus sin square theta is equal to 1 എന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. So this is a cycloid equation with the center at 0 r omega t r. That means this circle is moving